അടുത്ത ചെയ്താലോ? ആ പ്രോബ്ലം മൊത്തം കഴിഞ്ഞില്ലേ? രണ്ടാമത്തെ ചോദ്യം. Following is the balance sheet of S Limited. Sorry, Sai Limited. Following is the balance sheet of Sai Limited. SII, Sai Limited. Liability side 1,50,000 equity shares of 10 each. 15 ലക്ഷം. 1,50,000 equity shares of 10 each, 15 lakh. 5,000 11% preference share of 100 each. 5% 11% preference shares of 100 each. എത്ര ഇപ്പോ? 5 lakh. ജനറൽ റിസർവ് നില്ല്. പി എൻഡ് ലോസ് 16,40,000. പി എൻഡ് ലോസ് 16,40,000. സോ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ വരുന്ന അധിക കമ്പനികൾക്കും ലോസ് ആയിരിക്കും, കാരണം അതുകൊണ്ടാണ് അവർ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് 11% ഡിബഞ്ചേഴ്സ് 5 lakh. 11% ഡിബഞ്ചേഴ്സ് 5 lakh. Unsecured loans 5 lakh. Unsecured loans 5 lakh. Bank overdraft 6,30,000. Bank overdraft 6,30,000. Interest accrued on loans 1,50,000. Interest accrued on loans 1,50,000. Interest accrued on debentures. Interest accrued on debentures 1,10,000. Other current liabilities 5 lakh. 5 lakh. Asset side le tangible asset 5 lakh or fixed asset 5 lakh. Stock 6 lakh. Receivables 14,50,000. Receivables 14,50,000. Other current assets 2 lakh. Other current assets 2 lakh. Okay. The scheme of reconstruction is as follows. The scheme of reconstruction is as follows. Okay. First one, interest due on unsecured loan is waived. Interest due on unsecured loan is waived. Interest on unsecured loan is waived. Waived എന്ന് പറഞ്ഞാൽ എഴുതി തള്ളി. രണ്ട്, 50% of interest on debenture is also waived. 50% of interest on debenture is also waived. Okay. 11% preference shareholders rights. 11% preference shareholders rights are reduced to 50%. It's reduced to 50%, 50%. And they are converted into 15%, 15% debentures. And they are converted into 15% debentures. Current liabilities are reduced by 50,000. Current liabilities are reduced
by 50,000. Okay, bank agree to increase overdraft limit by 1 lakh. Bank agree to increase overdraft limit by 1 lakh. Only when shareholders agreed to bring the same amount by new equity. 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 Okay, next, equity shareholders agreed to convert 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 existing equity shares into new equity shares of 10 each with a total value of 5 lakh. Fixed asset is increased by 4 lakh. 2,60,000 is provided for doubtful debts. 2,60,000 is provided for doubtful debts. And debit balance in P&L is wiped out. Debit balance in P&L is wiped out. Debit balance in P&L is wiped out. ठीक है?
ആ ചെയ്തോ കഴിഞ്ഞോ എളുപ്പാ എന്താ സോണ ഏത് റേറ്റ് ഓഫ് ആ ഇൻട്രസ്റ്റിന് എടുത്തിട്ട് നേരെ ക്യാപിറ്റൽ പ്രൊഡക്ഷൻ അക്കൗണ്ട് കൂടുന്നിടുക. അങ്ങനെ പൈസ ഉണ്ടാക്കിയിട്ട് അവസാനം P&L സെറ്റ് ചെയ്യുക. P&L വരുന്ന ലോസിനെ യെസ് എന്താ സോണ
അയ്യോ. എന്താ ഇല്ലാതെ എല്ലാം നടക്കുവോ? ഞാൻ ഓൾറെഡി ചെയ്ത് തന്നിക്കണ ഒരു പ്രോബ്ലം. സോ ഫസ്റ്റത്തെ എന്താ പറയണേ? ഇൻട്രസ്റ്റ് ഓൺ അൺസെക്യൂർഡ് ലോൺ വെയ്വ് ചെയ്തിരിക്കുന്നു. അതിനർത്ഥം ഇൻട്രസ്റ്റ് ഓൺ അക്രൂഡ് ലോൺ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് 1,50,000. ഇൻട്രസ്റ്റ് ഓൺ അൺസെക്യൂർഡ് ലോൺസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് CRR. Yes, 50% ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ്. ഇപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് അപ്ലൈ ടു CRR എത്രയാണോ അവിടെ ഇൻട്രസ്റ്റ് ഉള്ള അതിന്റെ 50% നമ്മൾ CRR മാറ്റി. ഏതാ?
11% പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ എന്താക്കിയിട്ടുണ്ട്? 50% ആക്കിയിട്ടുണ്ട്. അവിടെ ഒരു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. ഇപ്പൊ പ്രിഫറൻസ് ഷെയർസിന് കൊടുക്കാനുള്ള എന്തെങ്കിലും ഇവിടെ കാണിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. സോ പ്രിഫറൻസ് ഷെയർസ് 100 രൂപ ഉണ്ട്. സോ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനോട് സംസാരിക്കുകയാണ്, നിങ്ങൾക്ക് ഇത് കുറച്ചു തരാൻ പറ്റും, കമ്പനി പുനരുദ്ധാരണം ചെയ്യാൻ. അപ്പൊ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്താ പറയണത്? ഞങ്ങൾ 50% ഞങ്ങളുടെ വാല്യൂ ഞങ്ങൾ കുറച്ചോളാം, ഞങ്ങൾക്ക് ഓണർഷിപ്പിൽ 50% ഞങ്ങൾ വിട്ടു തന്നോളാം, ബാക്കിയുള്ളത് മാത്രം ഞങ്ങൾക്ക് മതി. സോ 50% നമ്മൾ എങ്ങോട്ട് മാറ്റും? CRRലേക്ക് മാറ്റും. CRRലേക്ക് മാറ്റുന്ന ഒറ്റ എൻട്രി, 2 എൻട്രി ഉണ്ട്. ഒന്ന് CRRക്ക് മാറ്റണം, രണ്ടാമത് ഇവർക്ക് പുതിയ ഷെയർ കൊടുത്തിട്ട് സെറ്റിൽ ചെയ്യും വേണം. എവിടെ 50% ആൻഡ് കൺവേർട്ടഡ് ഇൻടു 15% ഡിബെഞ്ചേഴ്സ് അല്ലേ? അപ്പൊ ആദ്യത്തത് നമ്മൾ ഇത് വിട്ടുകൊടുക്കണ എൻട്രി എഴുതണം. ഓക്കെ, വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡിബെഞ്ചേഴ്സ് ആക്കി മാറ്റണം. എങ്ങനെ വരിക? ഫസ്റ്റത്തെ എൻട്രി എന്ന് പറഞ്ഞാല് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു CRR ആണ്. ഓക്കെ, അടുത്ത എൻട്രി എന്താ? ബാക്കി വരുന്ന പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിനെ ഡെപ്റ്റർ ടു 15% ഡിബെഞ്ചേഴ്സ്. എമൗണ്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇതിന്റെ എമൗണ്ട് ഞാൻ എടുക്കുന്നില്ല. അപ്പൊ പ്രിഫറൻസ് ഷെയറിന്റെ എമൗണ്ട് ആക്ച്വലി 100 വിചാരിക്കും. സോ നമ്മൾ 50% CRRക്ക് മാറ്റണം, വേണ്ടാന്ന് വെക്കുന്നത്. 50 നമ്മൾ CRRക്ക് മാറ്റി, ബാക്കി വരുന്നത് എത്രയാ? ഒരു 50 കൂടി ഉണ്ട്. ഈ 50 പകരം നമ്മൾ ഡിബെഞ്ചേഴ്സ് കൊടുത്തു, വാല്യൂക്ക് ഡിബെഞ്ചേഴ്സ് കൊടുത്തു. യെസ്, യെസ്. സാധാരണ എങ്ങനെ വരിക? അങ്ങനെ ചെയ്യേ. ലയബിലിറ്റി റെഡ്യൂസ് ചെയ്യണമെങ്കിൽ ലയബിലിറ്റിനെ ഡെബിറ്റ് ചെയ്യണം. കറന്റ് ലയബിലിറ്റി കുറക്കണം എന്നുണ്ടെങ്കിൽ ഡെബിറ്റ് ചെയ്യണം, കൂട്ടണം എന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ കറന്റ് ലയബിലിറ്റിന് ഡെബിറ്റ് ആണെങ്കിൽ എന്തായിരിക്കും അപ്പുറത്ത് വരിക? കറന്റ് ലയബിലിറ്റി വുഡ് ബി റെഡ്യൂസ്ഡ് ബൈ 50,000 ഇൻ അക്കൗണ്ട് ഓഫ് 50,000 അല്ലേ? സോ എന്താ? കറന്റ് ലയബിലിറ്റി കുറയാണ്. അസറ്റ് കുറഞ്ഞാലും ലയബിലിറ്റി കുറഞ്ഞാലും നമ്മളത് എങ്ങോട്ടാണ് തട്ടേണ്ടത്? CRRക്കാണ് തട്ടേണ്ടത്. എനിക്ക് കൊടുക്കാൻ 5 ലക്ഷം ഉണ്ട്, ക്രെഡിറ്റേഴ്സ് പറയാണ് ഞങ്ങൾക്ക് 4.5 ലക്ഷം മതി, ബാക്കി 50,000 നമ്മൾ CRRക്ക് നമ്മളുടെ റീകൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റും. അവരെ കൊടുത്തൊഴിവാക്കണില്ല, അവർ പറയാണ് ഞങ്ങൾക്ക് 4.5 മതി.
എന്ത് പറ്റി? ഓക്കെ, ബാങ്ക് എന്താ പറയണത്? ഞങ്ങൾ നിങ്ങൾക്ക് ഓവർ ഡ്രാഫ്റ്റ്, അതായത് ലോണിന്റെ എമൗണ്ട് ഞങ്ങൾ 1 ലക്ഷം വരെ ഇൻക്രീസ് ചെയ്ത് തരാം. പക്ഷെ പ്രൊവൈഡഡ് നിങ്ങൾ ഞങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ 1 ലക്ഷം രൂപ നിങ്ങളുടെ വകയായിട്ട് ഇക്വിറ്റിയിലൂടെ കൊണ്ടുവരണം. സോ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നിങ്ങൾ 1 ലക്ഷം കൂട്ടിയാൽ ഞങ്ങൾ 1 ലക്ഷം ലോൺ തരാം. ഇതാണ് ഉദ്ദേശം. അപ്പൊ ഷെയർ ഇഷ്യൂ ചെയ്യണം 1 ലക്ഷത്തിന്. സോ ബാങ്ക് അക്കൗണ്ട് അപ്റ്റഡ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ആ 1 ലക്ഷം ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് എന്ത് ചെയ്യും? ലോൺ തരും. അപ്പൊ എങ്ങനെ? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് തരും. ബാങ്ക് അക്കൗണ്ട് അപ്റ്റഡ് ടു ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. അതെ, ലോൺ എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി ആണല്ലോ. ലയബിലിറ്റി കൂട്ടണമെങ്കിൽ ഓവർ ഡ്രാഫ്റ്റിന് ക്രെഡിറ്റ് ചെയ്യണം. ഡെബിറ്റ് എന്തായിരിക്കും? ബാങ്ക് ആയിരിക്കും. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നമ്മൾ 1 ലക്ഷം രൂപ കൊടുത്താൽ ബാങ്ക് ലോൺ 1 ലക്ഷം കൊണ്ടുവരും. അപ്പോ നമുക്ക് പൈസ 1 ലക്ഷം തരികയാണ്. 1 ലക്ഷം ബാങ്കിക്ക് വരും. എന്തായിട്ടാണ് വരുന്നത്? ബാങ്ക് ഓടി ആയിട്ടാണ് വരുന്നത്. ആ 1 ലക്ഷത്തിന് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് അതെങ്ങനെ ചെയ്താ? 2 1 അത് ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. എന്താ അവർ പറയണത്? നിങ്ങൾ ഷെയർ 1 ലക്ഷത്തിന് ഇഷ്യൂ ചെയ്താൽ ഞങ്ങൾ 1 ലക്ഷം റുപ്യയുടെ ലോണും തരാം. അപ്പൊ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന്റെ ഫസ്റ്റ് എൻട്രി എന്താ? ബാങ്ക് അക്കൗണ്ട് അപ്റ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ. അപ്പൊ ഷെയർ ഇഷ്യൂ ചെയ്തു 1 ലക്ഷത്തിന്. ഇനി ബാങ്ക് ലോൺ തരണ്ടേ? ബാങ്ക് ലോൺ തരുമ്പോ നമുക്ക് പൈസ കിട്ടുമല്ലേ? സോ ബാങ്ക് അക്കൗണ്ട് അപ്റ്റഡ് ടു ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ഇപ്പൊ ഇതൊക്കെ പറഞ്ഞായിരുന്നു. ഇക്വിറ്റി ഷെയർസ് എത്ര ഇപ്പൊ കറന്റ് ഉള്ളത്? എത്ര കറന്റ് ഉള്ളത്? 15 ലക്ഷത്തിന്റെ ഇക്വിറ്റി ഷെയർസിന് പകരം 5 ലക്ഷത്തിന്റെ ഇക്വിറ്റി ഷെയർസ് മതി. ബാക്കി 10 ലക്ഷം അവർ CRRലേക്ക് കൊണ്ടുപോവാണ്. 15 ലക്ഷം ഉണ്ട് ബാലൻസ് ഷീറ്റിൽ ഇക്വിറ്റി ഷെയർസ്. 5 ലക്ഷത്തിന്റെ ഇക്വിറ്റി ഷെയർസ് മതി. സോ എന്താ ബാക്കിയുള്ളത്? CRRലേക്കാണ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓഫ് 100 each to ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓഫ് 10 each. എവിടെ 100 എന്നോ? 10 each തന്നെ. സോ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓഫ് 10 each to ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓഫ് 10 each എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് CRR ഉണ്ടാവും ഇതില്. എങ്ങനെ വരിക? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആദ്യത്തെ എത്ര? 15 അല്ലേ?
ഇതിന് 5 റുപ്യക്ക് ആക്കും, മീൻസ് 5 ലക്ഷത്തേക്ക് ആക്കും. ബാക്കിയുള്ളത് എങ്ങോട്ടാ പോകേണ്ടത്? CRRക്കാണ് 10 ലക്ഷം പോകേണ്ടത്. എന്താ ഇതാ? CRR ഇൻക്രീസ് ചെയ്താൽ അസറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാ? അസറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അസറ്റ് ഏത് സൈഡിലുള്ള ബാലൻസാ? ഡെബിറ്റ് സൈഡിലുള്ള സാധനം. ഡെബിറ്റ് സൈഡിലുള്ള സാധനം കൂടിയ ഡെബിറ്റ് തന്നെ ചെയ്യണം. സോ ഫിക്സഡ് അസറ്റ് ഏതെന്ന് എടുത്തിട്ടാ കൊടുക്കുക? CRR എടുത്തിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് കൊടുക്കുകയാണെങ്കിലും കിട്ടുകയാണെങ്കിലും CRRലേ പോകാൻ പറ്റുള്ളൂ. കാരണം ബാക്കിയുള്ളതൊന്നും ഇല്ലല്ലോ, ഒക്കെ റീകൺസ്ട്രക്ട് ചെയ്തില്ലേ. ഈ ആകെ ഫണ്ട് എവിടെ കിടക്കണുള്ളൂ? CRRലുള്ളൂ. അവിടുന്ന് എടുത്തിട്ടല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. $2,60,000 provided for doubtful debts and the value of fixed asset increased by 4 lakh. So പറഞ്ഞു നമ്മള് ഫിക്സഡ് അസറ്റിന്റെ എഴുതി. ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് എന്താ ചെയ്യുന്നത്? അതായത് എത്രയോ കടണ്ട് നമുക്ക് തരാമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, അവരുടെ നിന്ന് 2,60,000 തരാന്നുള്ളത് കിട്ടൂല എന്ന് നമ്മൾ കരുതുകയാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അസറ്റ് സൈഡിലുള്ള ഒരു സാധനമാണ് ഡെപ്റ്റേഴ്സ്. അസറ്റ് സൈഡിലുള്ള ഒരു സാധനം കുറക്കാനാ പറയണത്. കിട്ടാനുള്ളത് ഇനി ഇത്ര കിട്ടൂല. കുറക്കാൻ പറയുമ്പോൾ അതിനെ ക്രെഡിറ്റാ ചെയ്യേണ്ടത്. ഏതിനെ ഡെബിറ്റ് ചെയ്യേണ്ടത്? CRRനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. 2,60,000. സോ
അല്ലടാ, ഈ ഫണ്ടൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ പി എൻ എൽ റൈറ്റ് ഓഫ് ചെയ്യല്ലേ ചെയ്യുക. ആ എൻട്രി CRR ഫണ്ടൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ എൻട്രി ഒന്ന് എടുത്താ ആദ്യം. യെസ്, restructuring of share capital last ആ
അല്ല ഇനിയിപ്പോ ഒന്നുമില്ലല്ലോ, എല്ലാ എൻട്രി ഞാൻ പറഞ്ഞല്ലോ. ഇനിയിപ്പോ പ്രത്യേകിച്ച് എൻട്രി ഒന്നും ഇല്ലല്ലോ. നീ ഫണ്ട് ഉപയോഗിച്ചിട്ട് PNL റൈറ്റ് ഓഫ് ചെയ്യാ. എന്താ നിങ്ങൾ എഴുതിയത്? അത് അതിനുള്ള ബാലൻസ് CRR ഉണ്ടോ നോക്കണം. അതിന് നമ്മളൊരു ലെഡ്ജർ വരക്കലുണ്ട്. നിങ്ങൾ ജേണലിന്റെ അടിയിൽ ഒരു ലെഡ്ജർ വരച്ചെന്ന് ഓർമ്മ ഉണ്ടോ? CRR എത്ര ബാലൻസ് ഉണ്ട് എന്ന് അറിയാന്. എന്നാ ബാലൻസ് എത്ര ഉണ്ട് നോക്ക്. ജേണൽ എൻട്രിയിൽ എത്ര എമൗണ്ട് CRR വന്നിട്ടുണ്ട്, എത്ര പോയിട്ടുണ്ട്. പിന്നെ 16,40,000 റുപ്യ ലോസ് ആണ്. അത് എഴുതി തള്ളണമെങ്കിൽ ആ ബാലൻസ് CRR ഉണ്ടോ നോക്കണ്ടേ. ആ ആ 22,27,500 ഉണ്ട്. 22,77,500. അപ്പൊ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന് ഫണ്ട് ഇല്ലെങ്കിൽ മറ്റേ ഷെയർ ഇഷ്യൂ ചെയ്തില്ലേ, അതിനുള്ള ഫണ്ടൊക്കെ എടുക്കേണ്ടി വരും. ഷെയർ ഇഷ്യൂ ചെയ്തപ്പോ ഒരു 1,00,000 റുപ്യ നമുക്ക് കിട്ടിയിരുന്നു. ഓഡിയിൽ നിന്ന് നമുക്ക് 1,00,000 റുപ്യ കിട്ടിയിരുന്നു. അതൊക്കെ ഇത് ഇടേണ്ടി വരും. അപ്പൊ ആദ്യം അത് ചെക്ക് ചെയ്തിട്ട് മാത്രമേ അവസാനത്തെ എൻട്രി ഇടാൻ പറ്റുള്ളൂ.